اقرأ أخيا ورتل القرآن اصبح بصوتك اسمع الأكوان اقرأ كلام الله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, ഖുർആൻ പഠനത്തിന് ഒരു കുളിർമയും ആസ്വാദനവുമൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും അനുഭവിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിക്കുവാൻ നമ്മൾ കാണിക്കുന്ന ഈ താല്പര്യവും ആവേശവും പ്രശംസനീയമാണ്. അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 7-ാമത്തെ ആയത്താണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അള്ളാഹു പറയുകയാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ആദ്യം നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്തു നോക്കാം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിനൊരു അലങ്കാരമാക്കിയിരിക്കുന്നു. അതായത് ഭൂമിക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം പരീക്ഷിക്കുവാൻ വേണ്ടി. ഇന്നാ നിശ്ചയമായും നാം, തീർച്ചയായും നാം, ജഅൽനാ നാം ആക്കിയിട്ടുണ്ട്. ജഅല യജ്അലു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, ആക്കുക, സൃഷ്ടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. മാ അലൽ അർളി, അർള് എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയുടെ മുകളിലുള്ളത്. സീനത്തൻ ലഹ, സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം, ഭംഗി എന്നൊക്കെയാണ് അർത്ഥം. മലയാളത്തിലല്ല, ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ സീനത്ത് എന്ന് പറയലുണ്ട്. ശരിക്കത് സീനത്തല്ല, സീനത്താണ്. സീനത്ത് എന്ന് പറഞ്ഞാലാണ് അലങ്കാരം, ഭംഗി എന്ന് അറബിയിൽ പറയാം. എന്തിനു വേണ്ടിയിട്ടാ? ലിനബ്ലുവഹും, ബല യബ്ലു, ബലാഅൻ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക എന്നാണ് അർത്ഥം. ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണം. അയ്യുഹും അവരിൽ ആരാണ്, അതായത് മനുഷ്യരിൽ ആരാണ്, അഹ്സനു അമല ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് അർത്ഥം. അറബിയിൽ അതിന് ഇസ്മു തഫ്ലീൽ എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ നമ്മൾ സൂപ്പർലേറ്റീവ് എന്നൊക്കെ പറയും. ഇപ്പോൾ അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, അജ്മൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളത്, അഫ്ദലു ഏറ്റവും ശ്രേഷ്ഠമായത്, അക്മലു ഏറ്റവും പരിപൂർണമായത്. അറബിയിൽ അഫ്അലു എന്ന രൂപത്തിലേക്ക് ഒരു പദത്തെ മാറ്റിയാൽ ഈ അർത്ഥം കിട്ടും, സൂപ്പർലേറ്റീവിൻ്റെ അർത്ഥം കിട്ടും. ആ അർത്ഥമാണ് ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. അഹ്സനു ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇമാം സഅദി
റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഈ ലോകത്ത് കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമൊക്കെ പരീക്ഷണാണ്. ഇവിടെയുള്ള സസ്യങ്ങൾ, ഫലങ്ങൾ, ഇവിടുത്തെ നദികൾ, മനോഹരമായ ഒരുപാട് കാഴ്ചകൾ, കൃഷികൾ, സ്വർണം, വെള്ളി, കുതിര, ഒട്ടകം, ഇങ്ങനെ അള്ളാഹു ഭൂമിക്ക് അലങ്കാരമായിട്ട് എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ മനുഷ്യർക്കുള്ള പരീക്ഷണമാണ് എന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നത്. ഇവിടെ വേറൊരു രസമുണ്ട്. ഇപ്പോൾ ഇന്നാ ജഅൽന എന്നാണല്ലോ പറഞ്ഞത് ആയത്തിൽ. അപ്പോൾ ജഅല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആക്കുക, ഉണ്ടാക്കുക, സൃഷ്ടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ ജഹ്മിയാക്കൾ പറയുന്നത്, ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയൊരു വിഭാഗമാണ്. അവർ വാദിക്കുന്നത് ഖുർആനിൽ എവിടെയൊക്കെ ജഅല എന്ന് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അർത്ഥം സൃഷ്ടിച്ചു എന്നാണ്. ഖലഖ എന്ന അർത്ഥത്തിലാണ് ജഅല എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിലാണെന്നാണ്. പക്ഷേ അത് ഭാഷാപരമായി കൊണ്ട് തന്നെ തെറ്റാണ്. അറബിയിൽ ഇനി പറയാൻ പോകുന്ന പോയിന്റ് അറബി ഭാഷ അറിയുന്നവർക്ക് പെട്ടെന്ന് ക്ലിക്കാകും, അല്ലാത്തവർക്ക് മനസ്സിലാകണമെന്നില്ല. അവർ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, വെറുതെ ഒന്ന് കേട്ടാൽ മതി. ജഅല എന്ന ഫിഅലിന് ശേഷം 2 മഫ്ഊല് വരികയാണെങ്കിൽ അതിനെ ആക്കി എന്നാണ് അർത്ഥം, ആക്കി എന്നാണ് അർത്ഥം. എന്നാൽ ജഅലക്ക് ശേഷം 1 മഫ്ഊലേ വന്നിട്ടുള്ളൂ എങ്കിൽ, ഇപ്പോൾ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കുന്നുണ്ടാവും. ഇപ്പോൾ തൽക്കാലം നമ്മൾ പഠിപ്പിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് അറബി ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാകും, അല്ലാത്തൊരു വെറുതെ ഒന്ന് കേട്ടാൽ മതി. 1 മഫ്ഊലേ വന്നിട്ടുള്ളൂ എങ്കിൽ അതിനെന്താണ്, ഖലഖ എന്ന അർത്ഥമാണ് കിട്ടുക, സൃഷ്ടിച്ചു എന്ന അർത്ഥവുമാണ് കിട്ടുക. ഇവിടെ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ജഹ്മിയാക്കൾ എല്ലായിടത്തും ജഅലക്ക് ഖലഖ, സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം എന്ന് പറയാനുള്ള കാരണം അവരുടെ വിശ്വാസപ്രകാരം ഖുർആൻ അള്ളാഹുവിൻ്റെ മഖ്ലൂക്കാണ്, സൃഷ്ടിയാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് അവർക്ക് പറയണം. അതിന് ഖുർആനിന് അവർക്ക് തെളിവ് വേണം. എന്താണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യ. ഖുർആനിനെ അള്ളാഹു അറബിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു, അറബിയിലാക്കിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് എന്ത് പറയണം? അറബിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അർത്ഥം പറയണം. അതിനാണ് അവർ ജഅല എന്നുള്ളിടത്ത് എല്ലാ സ്ഥലങ്ങളിലും ഖലഖ എന്നാണ് അർത്ഥമെന്ന് പറയുന്നത്. പക്ഷേ അത് ഭാഷാപരമായി കൊണ്ട് തന്നെ തെറ്റാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഇനി സീനത്ത് എന്ന് പറയുമ്പോൾ, അലങ്കാരം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങൾ മാത്രമല്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, സീനത്ത് എന്ന് പറഞ്ഞാൽ, അലങ്കാരം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ, 2 തരാണ്. ഒന്ന് അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളാണ്. അപ്പം അതിന് ഉദാഹരണമാണ് പർവ്വതങ്ങൾ, ഭൂമിക്ക് അലങ്കാരമാണല്ലോ. അതുപോലെ തന്നെ നദികൾ ഭൂമിക്ക് ഭംഗിയാണ്, അത് അള്ളാഹു സൃഷ്ടിച്ചതാണ്. രണ്ടാമത്തേത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. മനുഷ്യന്മാരുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ വലിയ മനോഹരമായ കൊട്ടാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്, അത് ഭൂമിക്ക് അലങ്കാരമാണ്. അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചതും മനുഷ്യർക്ക് പരീക്ഷണമാണ്, നമ്മൾ ഉണ്ടാക്കിയതും മനുഷ്യന്മാരുണ്ടാക്കിയതും മനുഷ്യന്മാർക്ക് എന്താണ്? പരീക്ഷണമാണ്. ഇനി വേറൊരു വിഷയം, ഈ സീനത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല പറയാണ്, ഇതൊന്നും കാലാകാലം ഉണ്ടാവില്ല, ഇതൊക്കെ തീർന്നു പോകുന്നത്, അവസാനിക്കുന്നതാണ്. ഇതിനൊക്കെ ഒരു നിശ്ചിത സമയമുണ്ട്, പരിധിയുണ്ട്. ആ സമയത്തിയാൽ ഇതൊക്കെ ഒന്നുമല്ലാതായി തീരും. അദ്ദേഹം പറയാണ്, വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി കുറച്ചു കാലം, ആ ലക്ഷ്യം എന്താണ്? അടിമകളെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. ആരാണ് ദുനിയാവിൻ്റെ ആളായി മാറുന്നത്? ആരാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത്? ആരാണ് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നത്? ആരാണ് ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നത്? ആരാണ് സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് അറിയാന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ആദ്യം അറിയില്ലേ? ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല പറയാം, അള്ളാഹുവിനെ അറിയാം. നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ അറിയാം. എന്ത്?
നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത്. പിന്നെ എന്തിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതുള്ളത്? അത് നമുക്ക് ബോധ്യപ്പെടാനാണ്. നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാണ് അള്ളാഹു ഈ ജീവിതം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആര് ദുനിയാവിന് വേണ്ടി ജീവിച്ചോ അത് അവൻ്റെ ലക്ഷ്യവും അവൻ്റെ ദൗത്യവുമായി ഏറ്റെടുത്തോ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ആര് ദുനിയാവ് ഉപയോഗിച്ച് ആഖിറത്ത് നേടാൻ ശ്രമിച്ചുവോ അവൻ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതൊരു വസീല മാത്രമാണ്, അതൊരു മാർഗം മാത്രമാണ്. ആഖിറത്തിൽ വിജയിക്കാനുള്ള മാർഗമാണ് ദുനിയാവ്. ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടെ ദുനിയാവിൻ്റെ ആളായി മാറുകയാണെങ്കിൽ അത് വലിയ നഷ്ടമാണ്. ഖസിറ ദുനിയാവല്ല ആഖിറ. അവൻ ദുനിയാവിലും പരാജയപ്പെട്ടു, ആഖിറത്തിലും പരാജയപ്പെട്ടു. അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല തന്നെ പറയാണ്, ഇപ്പോൾ ഒരാൾക്ക് ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടാകും, അധികാരമുണ്ടാകും, പേരും പ്രശസ്തിയും ഉണ്ടാകും. പക്ഷേ അവനെന്താണ് ദുനിയാവിന് വേണ്ടിയാണ് ജീവിച്ചത്, ആഖിറത്തിന് വേണ്ടി ജീവിച്ചിട്ടില്ല എങ്കിൽ അവൻ നഷ്ടക്കാരൻ തന്നെയാണ്. കാരണം എന്താണ്? സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി അവൻ ജീവിച്ചിട്ടില്ല എന്നതാണ് പ്രശ്നം. ശേഷം അള്ളാഹു പറയാണ്, ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. മനുഷ്യരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി. അള്ളാഹു പറഞ്ഞെന്താണ്? അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, അള്ളാഹു അക്സറു അമല എന്ന് പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ആരാണ് ചെയ്യുക, ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുക, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക ആരാണ് എന്നതല്ല പരീക്ഷണം, പിന്നെ ഏറ്റവും നല്ലത് ആരാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, എത്ര ചെയ്യുന്നു എന്നതല്ല കാര്യം, എങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ പള്ളിയിൽ രണ്ടാളുകൾ വന്നു. ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു, വേറൊരാൾ 4 റക്അത്ത് നിസ്കരിച്ചു. ഈ 2 റക്അത്ത് നിസ്കരിച്ചവൻ നല്ല ഖുശൂഅോടുകൂടിയാണ് നിർവഹിച്ചത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് അങ്ങേയറ്റാത്ത ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന രീതിയിലാണ് ഓൻ നിസ്കരിച്ചത്. രണ്ടാമത്തെ ഒരാൾ, ഓന് 2 റക്അത്തിൽ ഓൻ 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. 2 റക്അത്ത് ആദ്യം നിസ്കരിച്ചു, പിന്നെ 2 റക്അത്ത് വീണ്ടും നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരമാണ്. പക്ഷേ ഓൻക്ക് ഖുശൂ ഇല്ല. ഓൻ നിസ്കാരത്തിൽ കൈ എട്ടിയത് ഓർമ്മയുള്ളൂ, പിന്നെ സലാം വീട്ടുമ്പോഴാണ് ഓൻ നിസ്കാരത്തിലാണെന്ന് ഓർക്കുന്നത്. ഓൻ അങ്ങാടി പോയിട്ടുണ്ട്, മക്കളെ ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട ഓർമ്മ വന്നിട്ടുണ്ട്, ഓന് സാധനം വാങ്ങാനുള്ള ലിസ്റ്റ് ഓർമ്മ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകൾ അവൻ്റെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞിട്ടുണ്ട്. ഈ 2 ആളുകൾ എടുത്തിട്ട് നമ്മൾ ആലോചിക്കുക, ആര് ചെയ്താണ് ഏറ്റവും നല്ലത്? പൂർണ്ണ മനസ്സാന്നിധ്യത്തോടു കൂടി ഖുശൂഅോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ പിൻപറ്റി ചെയ്തവനാണോ, അതല്ല മനസ്സ് വേറൊക്കെ എവിടൊക്കെ ആയിട്ട് 4 റക്അത്ത് നിസ്കരിച്ചവനാണോ? ഒരു സംശയമില്ല, ഒന്നാമത്തെ ആളാണ്. അപ്പോൾ അഹ്സനു അമല, ഏറ്റവും നല്ലത് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അഹ്സനു അമല എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഉണ്ടാകണം, അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്ന കർമ്മമായിരിക്കണം. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതിയിലും ആയിരിക്കണം. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, ഒരാൾ ഫജ്ർ നിസ്കരിച്ചു, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു, വളരെ സുദീർഘമായി പാരായണം ചെയ്തു. രണ്ടാമത്തെ ആൾ വന്നു, അയാൾ വളരെ ലഘുവായിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. ആര് ചെയ്താൽ ശരി? 2 ആൾ ചെയ്തത് സ്വീകാര്യമാണ്, പക്ഷെ ആര് ചെയ്താണ് ഏറ്റവും നല്ലത്? രണ്ടാമത്തെ ആൾ ചെയ്തതാണ്. കാരണം ഐഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖഫിഫു റക്അതൈനി ലതൈനി ഖബ്ല സ്വലാത്തി സുബ്ഹ്. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചുരുക്കിയാണ് നിർവഹിച്ചിരുന്നത്. ഐഷ ബീവി ചോദിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂല് ഫാത്തിഹ ഓതിയിട്ടുണ്ടോന്ന്? അങ്ങനെ തോന്നുന്നാണ്. അത്ര ചുരുക്കിയിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിന്റെ സുന്നത്ത് നിർവഹിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ അഹ്സനു അമല ആർതാണ്? അഹ്സനു അമല ആർതാണ്? ലഘുവായി നിസ്കരിച്ചവൻ്റെ ഏതാണ്? ഇപ്പോൾ നമ്മൾ സുബ്ഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ഒരാൾ നിസ്കരിക്കാൻ,
അപ്പോൾ സുദീർഘമായി നിസ്കരിക്കുന്നുണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്ന ഒരു ഉദാഹരണമാണ്. നമ്മൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇപ്പോൾ നിസ്കരിച്ചത്? അയാൾ പറയാണ് തഹിയ്യത്താണ് നിസ്കരിച്ചത്. അത് അയാളുടെ ഇഷ്ടമാണ്. സുദീർഘമായി നിസ്കരിക്കണോ ചുരുക്കി നിർവഹിക്കണം എന്നുള്ളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. എന്നാൽ നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ നിസ്കരിച്ചത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങൾ ചെയ്തതിനേക്കാളും നല്ലതെന്താണ്? ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളതാണ്. സുദീർഘമായ പാരായണത്തിന് പകരം ലഘുവായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് സുന്നത്ത്, അതാണ് അഹ്സനു അമല. ഇനി ഇമാം ഷൻഖീത്തി റഹിമഹുല്ലാഹു തആല പറയാണ്, അള്ളാഹു ഈ ഭൂമിയിൽ അലങ്കാരങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതേ ലക്ഷ്യം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് പിന്നിലും ജീവിതവും മരണവും സൃഷ്ടിച്ചതിന് പിന്നിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഹൂദിലെ 7-ാമത്തെ ആയത്ത് എന്താണ് അവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം വകാന അർശുഹു അലൽ മാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. 6 ദിവസങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അവനാണ്. അവൻ്റെ അർശ് വെള്ളത്തിൻ്റെ മുകളിലാണ്. നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവൻ എന്നറിയുന്നതിന് വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണത്. സൂറത്തു ഹൂദിലെ 7-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്താ അവിടെ അള്ളാഹു പറഞ്ഞത്? ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 സ്ഥലത്തും അള്ളാഹു പറഞ്ഞ എന്താണ്? അഹ്സനു അമല, ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്ന ആരാണ്. അപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം മനുഷ്യരിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജീവിതവും മരണവും സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം മനുഷ്യരിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ചില ആളുകൾ പറയലുണ്ട്, അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടാകില്ല എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ അത് തികച്ചും അടിസ്ഥാനരഹിതമായ വിശ്വാസമാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയാണ്, വിവരമില്ലാത്ത കുറേ ആളുകൾ പറയുന്ന വർത്തമാനമാണത്. കാരണം ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹുവിനെ അറിയുവാനും അവൻ്റെ ശക്തിയും കരുത്തും ബോധ്യപ്പെടുവാനും അവനെ അനുസരിക്കുവാനും അവനെ മാത്രം ആരാധിക്കാനുമൊക്കെയാണ്. അതല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടോ മൂസാ നബിക്ക് വേണ്ടിയിട്ടോ ഈസാ നബിക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു നബിക്കോ വേണ്ടിയല്ല ഈ പ്രപഞ്ചം അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞില്ലേ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെ സൃഷ്ടിച്ചെന്തിനാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അള്ളാഹു പറഞ്ഞ എന്താണ്? വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം എത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അപ്പോൾ ഇതാണ് അടിസ്ഥാനം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. അത് വെറുതെ വിവരമില്ലാത്ത കുറേ ആളുകൾ പറഞ്ഞ വർത്താനാണെന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദൗത്യം നമ്മൾ മറക്കാതിരിക്കുക. അഹ്സനു അമല, ഏറ്റവും നല്ലത് ചെയ്യുന്നവരാവുക. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ഒരു കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും പ്രധാനമാണ്. ഒരാൾക്ക് ചെയ്യുന്ന കർമ്മത്തിൽ ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ പിൻബലമില്ല. അത് തോന്നുന്ന പോലെ ചെയ്യാൻ അതുകൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സിൽ ഇഖ്ലാസ് ഇല്ല. കാര്യമുണ്ടോ? കാര്യമില്ല.
അതുകൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കൂട്ടുക എന്നുള്ളതല്ല, ചെയ്യുന്നത് ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല നിലയിൽ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഒരുപാട് കർമ്മങ്ങളുമായിട്ട് പടച്ചവൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവസാനം അതൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഭീകരമായ ഭയാനകമായ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ശേഷം 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വ ഇന്നാ ലജാഇലൂന മാ അലൈഹ സഈദൻ ജുറുസ, തീർച്ചയായും ഭൂമിക്ക് മുകളിലുള്ളതിനെയെല്ലാം നശിപ്പിച്ച് നാം തന്നെ അതൊരു മൊട്ടയായ ഒരു ഭൂപ്രദേശമാക്കി മാറ്റിക്കളയുന്നതാണ്. ഖിയാമത്ത് നാളിൻ്റെ സമയത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇപ്പോൾ ജാഇൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജഅല യജഅലു എന്ന് പറഞ്ഞാൽ ആക്കുക, ഉണ്ടാക്കുക, സൃഷ്ടിക്കുക എന്നൊക്കെയാണല്ലോ അർത്ഥം. അതിൻ്റെ ഫായിലാണ് ജാഇൽ. ജഅല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി അല്ലെങ്കിൽ സൃഷ്ടിച്ചു. ജാഇൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൻ, ആക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ. അതിൻ്റെ ബഹുവചനമാണ് ജാഇലൂൻ. അപ്പോൾ അള്ളാഹു പറയാണ് നാം അതിനെ ആക്കിക്കളയും. എന്ത്? സഈദൻ ജുറുസ. സഈദ് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയാണ്, സസ്യങ്ങളും മരങ്ങളൊന്നും ഇല്ലാത്ത ഭൂമി, തരിശുഭൂമി. അൽ അർദുൽ ജുറുസ് എന്ന് പറഞ്ഞാൽ തരിശുഭൂമി, പായ് ഭൂമി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഖിയാമത്ത് സംഭവിച്ചാൽ പിന്നെ മരങ്ങളുണ്ടാവില്ല, പർവ്വതങ്ങളുണ്ടാവില്ല, കൊട്ടാരങ്ങളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിന് അള്ളാഹുവിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, കുൻ ഫയക്കുൻ, അള്ളാഹു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിത്തീരും. ഇന്നലെ വരെ ഇവിടെ ഒന്നും ഇല്ലാത്ത രീതിയിലായിത്തീരും ഈ ഭൂമി, അത് നിരപ്പായിരിക്കും. സൂറത്തു ത്വാഹയിൽ അള്ളാഹു പറയുന്ന വല്ലാത്ത ചില വചനങ്ങളുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല പേരിലും കളിയാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവർ പരിഹസിച്ച ഒരു കാര്യമായിരുന്നു, അല്ല മുഹമ്മദെ, ഇപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങളൊക്കെ എന്താവും? അതിന് അള്ളാഹു നൽകുന്നൊരു മറുപടി ഉണ്ട്. സൂറത്തു ത്വാഹയിലെ 105, 106, 107 ആയത്തുകൾ മനസ്സിരുത്തി നമ്മൾ ഓടേണ്ട ചില ആയത്തുകളാണത്. അള്ളാഹു പറയാണ്, വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഫഖുൽ, നബിയെ പറയുക, യൻസിഫുഹ റബ്ബി നസ്ഫ, എൻ്റെ റബ്ബ് അവയെ പൊടിച്ച് പാറ്റിക്കളയുന്നതാണ്. ഫയദറുഹ ഖാഅൻ സഫ്സഫ, എന്നിട്ട് അവൻ അതിനെ സമനിരപ്പായ മൈതാനമാക്കി വിടുന്നതാണ്. ലാ തറാ ഫീഹ ഇവജൻ വല അംത, ഇറക്കമോ കയറ്റമോ നീ അവിടെ കാണുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഖുർആന്റെ മറുപടിയാണ്, അള്ളാഹു നൽകിയ ഉത്തരാൻ. നമുക്ക് വലിയ ഉത്ബോധനമാണിത്. ശരിക്ക് ചിന്തിക്കുക. ഇന്ന് നമ്മൾ കാണുന്ന ഈ മലയും കുന്നും വലിയ കൊടുമുടികളും അല്ലേ, എവറസ്റ്റും ഹിമാലയൊക്കെ ഒന്നുമല്ലാതെ നിരപ്പാക്കി തീർക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇമാം ഷങ്കീത്തി റഹിമഹുല്ലാഹു തആല പറയാണ്, ഈ ആയത്ത് ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നവന്, ഓൻ്റെ ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും പിന്നാലെ പോകുന്നവർക്കുള്ള വലിയ താക്കീതാണ്, മുന്നറിയിപ്പാണ്. നശിച്ചു പോകുന്ന ഈ ദുനിയാവിന് വേണ്ടി ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ ആഖിറത്തിനെ ആര് നഷ്ടപ്പെടുത്തുന്നുവോ അവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഒന്നും അല്ലാതായി തീരുന്ന പറയുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇന്ന് നമ്മൾ പറയുന്നല്ലോ, ഖുർആൻ പറയല്ലേ, അള്ളാഹു പറയല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുങ്ങണം, നമ്മൾ ശരിക്കും പണിയെടുക്കണം. നിങ്ങൾ ആലോചിച്ചൊക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, മത്തസ്സാഅ, അള്ളാഹുവിൻ്റെ റസൂലെ, എപ്പോഴാണ് ഖിയാമത്ത്, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്, വമാ അദത്ത ലിസ്സാഅ, ഖിയാമത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത്? ആ ചോദ്യം നമ്മളോട് ആവർത്തിച്ച് ചോദിക്കണം. ആ മനുഷ്യൻ പറയാണ്, ലാ ഷൈഅ, അള്ളാഹിൻ്റെ റസൂലെ, ഒന്നുമില്ല. ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നു, വേറൊന്നും എൻ്റെ കയ്യിലില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി എന്താ? അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നീ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹ്നാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. ആ സഹാബിയോട് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ടല്ലോ, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നീ എന്ന് പറഞ്ഞില്ലേ, ആ വാക്കിനേക്കാളും ഞങ്ങൾ സന്തോഷിച്ച വേറെ സമയം ഉണ്ടായിട്ടില്ല എന്നാ. സുബ്ഹാനല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ സ്നേഹിക്കുന്നു, അവരുടെ കൂടെയാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അവരുടെ അത്രയൊന്നും കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലും അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ അവരുടെ കൂടെയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുക, ആത്മാർത്ഥമായ കർമ്മങ്ങൾ. ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, ഇപ്പോൾ 7-8 ആയത്തുകളാണ് നമ്മൾ ഓതിയത്, പഠിച്ചത്. അത് ആവർത്തിച്ച് കേൾക്കണം, ആവർത്തിച്ച് പഠിക്കണം, ചിന്തിക്കണം, ഉറ്റാലോചിക്കണം. കർമ്മങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയണം. ഇഖ്ലാസ് മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, സദാ അള്ളാഹുവിനോട് ഇഖ്ലാസിനെ ചോദിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഖുർആൻ പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച സമയവും നമ്മുടെ അധ്വാനവും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.